രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും അതിനുള്ളിൽ പ്രവേശിച്ചാൽ നമുക്ക് നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. എന്തായാലും ഈ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അവിടെ നിന്ന് വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ മടങ്ങുകയാണ്. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് അതിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 300 മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച അനുമതിയിൽ ഒന്ന് ന്യൂസ് 18 കേരളത്തിന്റെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ളവർക്ക് തുറന്നു കൊടുക്കുന്നില്ല എങ്കിലും ഇന്ന് അതിഥികളായി എത്തിയവർ എല്ലാവരും തന്നെ ഈ പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം നടത്തുകയാണ്. ദർശനം നടത്തി മടങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കടക്കം പ്രത്യേകമായ പെർമിഷൻ നൽകിയിട്ടുണ്ട്. അവർ ന്യൂസ് 18 കേരളം പ്രതിനിധികളും അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിന് ഉള്ളിൽ പ്രവേശിക്കും. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ആ സമയത്തടക്കം നൽകാനും സാധിക്കും. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികൾ ഇതാ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ക്ഷേത്ര കവാടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് 8,000-ഓളം പേരാണ് ഇപ്പോൾ തന്നെ ആ കോമ്പൗണ്ടിനകത്തുള്ളത്. അവരെ തന്നെ നിയന്ത്രിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. ഒരുപക്ഷെ പലരും ഇന്ന് ദർശനം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പിന്മാറിയിട്ടുണ്ടാകാം. എന്തായാലും സന്യാസിവര്യന്മാരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. മറ്റ് സാംസ്കാരിക മേഖലയിൽ നിന്ന്, കായിക രംഗത്ത് നിന്ന്, ബിസിനസ് മേഖലയിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ ആരൊക്കെയാണ് ഇന്ന് ദർശനത്തിന് ശ്രമിക്കുക എന്നത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. നമുക്കറിയാം 8,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. അതിൽ 500-ഓളം പേർ അതിവിശിഷ്ട വ്യക്തികളാണ്. അവർക്കുൾപ്പെടെ എന്തായാലും ദർശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കർസേവകരെ സ്മരിക്കുകയുണ്ടായി. അദ്ദേഹം രാമൻ ഡിസ്പ്യൂട്ട് അല്ല, റെസൊല്യൂഷന്റെ ആണ് പ്രതീകമാണ് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പല പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുതിയ ഇതിഹാസം തുറക്കുകയാണ് ഇവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. രാമന് ടെന്റിൽ നിന്ന് പവിത്രമായ മന്ദിരത്തിലേക്ക് മാറ്റം ലഭിച്ചിരിക്കുന്നു. അത് അനുഗ്രഹീത നിമിഷമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുദീർഘമായ ചടങ്ങുകൾ 7 ദിവസത്തോളം നീണ്ടുനിന്ന പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. 121 ആചാര്യന്മാർ നേതൃത്വം നൽകിയ ചടങ്ങുകൾ അതിനുശേഷം ഏറ്റവും ഒടുവിലായി പ്രാൺപ്രതിഷ്ഠയും കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി രാമൻ എന്നത് എല്ലാവർക്കും ദർശനത്തിനുള്ള രാമൻ ആണ്. ഈ ശ്രീരാമൻ വിഗ്രഹത്തിലേക്ക് ഈശ്വര സാന്നിധ്യത്തെ ആണ് കുടിയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി രാജ്യത്തിന്റെ അകത്തും പുറത്തുമൊക്കെയുള്ള വിശ്വാസികൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ രാംലല്ലയെ തൊഴാൻ ഉള്ള അവസരം ലഭിക്കും. അവിടെ നിന്നുള്ള പ്രസാദങ്ങൾ, പ്രത്യേക വഴിപാടുകൾ ഒക്കെ വരും ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നവർ 10,000-കണക്കിന് ആണ്. അവർ എല്ലാം വരും ദിവസങ്ങളിൽ ഒഴുകിയെത്തും. ഇപ്പോൾ കർശനമായ നിയന്ത്രണം ആണ് ക്ഷേത്ര പരിസരത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾക്ക് മാത്രം ആണ് ഇപ്പോൾ പ്രവേശന അനുമതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ആണ് എത്തിയിട്ടുള്ളത്. കാരണം ലോകത്തിൽ ഈ ഹൈന്ദവ വിഭാഗം ഉള്ളത് പ്രധാനമായും ഇന്ത്യയിലാണ്. മറ്റു പല രാജ്യങ്ങളിലും, നേപ്പാളിലും ഭൂട്ടാനിലും മൗറീഷ്യസിലും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ചെറിയ ജനസംഖ്യയാണ്. എന്നാൽ ജനസംഖ്യ 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഭൂരിപക്ഷവും ഹൈന്ദവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചിരുന്നു. രേണു, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ BBC പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നത് നമുക്കറിയാം. ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ ആത്മീയ യാത്രയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യയിൽ എന്താണ് നടക്കുന്നത്, എന്താണ് ഈ ഹൈന്ദവ ആചാരത്തിന്റെ പ്രസക്തി, എന്താണ് പ്രാൺ പ്രതിഷ്ഠ എന്നൊക്കെ ലോകരാജ്യങ്ങൾ തന്നെ സെർച്ച് ചെയ്യുന്ന, ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്യുന്ന ഈ പ്രാൺ പ്രതിഷ്ഠ എന്നത് എന്ത് എന്നതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും ലോകത്ത് നിന്ന് രാമഭക്തരുടെ ഒഴുക്ക് അയോധ്യയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകത്തെ രാമഭക്തരെ ക്ഷണിക്കാൻ ഉതകും വിധമാണ് അയോധ്യ മുഖം മാറ്റിയിരിക്കുന്നത്.
പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഒപ്പം വികസിത രൂപം കൈവരിക്കാൻ കൂടി സാധ്യമാകുന്ന തരത്തിലാണ് അയോധ്യയുടെ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെയുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നിയന്ത്രിതമായി വിശിഷ്ടാതിഥികളിൽ നിന്ന് ഒരു വിഭാഗത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും പുതിയ കാലഘട്ടത്തിന്റെ ഉദയം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. രാമൻ പുതിയ കാലഘട്ടം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതൊരു തീർത്ഥാടന കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് ആത്മീയ ടൂറിസത്തിന്റെ ഒരു ഹബ്ബായി ഇന്ത്യ തന്നെ മാറും എന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി അത്തരം ചില കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം അങ്ങനെ ഒരു ഈ ശ്രീരാമ വിഗ്രഹം അവിടെ സ്ഥാപിച്ചതോടെ പ്രാൺപ്രതിഷ്ഠ നടന്നതോടെ വികസനം സാധ്യമാകും എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അത്തരം ഭാവി പദ്ധതികൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇടപെടൽ ആകണം എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. നൂറ്റാണ്ടുകളായുള്ള അവരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. രാംലല്ല മിഴി തുറന്നിരിക്കുന്നു. ഇനി രാമൻ എന്നത്, അയോധ്യയിലെ രാമൻ എന്നത് എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരമൊരുക്കുന്ന രാമനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല, പവിത്ര മന്ദിരത്തിലാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള അനുവാദം ലഭിച്ച അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അവിടെ ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അവിടം വിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇനി പോകുന്നത് കുബേർ-ടിലയിലേക്കാണ്. അവിടെ അദ്ദേഹത്തിന്റെ സന്ദർശനം കഴിയുന്നതോടുകൂടിയായിരിക്കും ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാവിധത്തിലുള്ള സന്ദർശനങ്ങളും പൂർത്തിയായി അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങുക. ഇന്നത്തെ പ്രസംഗം